जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി ശ്രീല പ്രഭുപാദിന്റെ മുതിർന്ന ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങള് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ബുക്കിനെയാണ് മെമ്മറീസ് ഓഫ് ശ്രീല പ്രഭുപാദ് എന്ന് പറയുന്നത്. അതില് ഒരു ഡിവോട്ടിയാണ് മധുദീസ്വം മഹാരാജ്. അപ്പൊ അദ്ദേഹം ശ്രീല പ്രഭുപാദിന്റെ ഒരു ഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ശ്രീല പ്രഭുപാദിന്റെ കാരുണ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അദ്ദേഹം 2-3 ഉദാഹരണങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിവോട്ടി വന്നിട്ട് ശ്രീല പ്രഭുപാദിനോട് ഇതെന്റെ അച്ഛന് അമ്മ ഇതാണെന്ന് പറയുമ്പം എന്നിട്ട് അവര് ആ ഡിവോട്ടി ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇതാണ് എന്റെ അച്ഛൻ അമ്മ, ഇവര് പക്ഷെ ഡിവോട്ടീസ് അല്ല എന്നിങ്ങനെ പ്രഭുപാദിനോട് പറയും. ഉടനെ പ്രഭുപാദ് പറയാ അങ്ങനെ ആയിരിക്കത്തില്ല. കാരണം പ്രഭുപാദ് ഉടനെ പറയും, ഒരു നല്ല പഴം നല്ലൊരു മരത്തിൽ നിന്നേ വരത്തുള്ളൂ എന്ന് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഡിവോട്ടീസിനെ അവരെയും പ്രോത്സാഹിപ്പിക്കും, അതേസമയം തന്നെ അവരുടെ അച്ഛനമ്മമാരെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. പ്രഭുപാദ് എല്ലാവരിലും നല്ല ഗുണത്തെ കാണാനായിട്ട് അദ്ദേഹത്തിന് കഴിവുണ്ട്. അപ്പം അവർക്കും സന്തോഷമാവും, തന്റെ മകൻ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ വന്നതിൽ അവർക്കും സന്തോഷമാവും. പിന്നെ ശ്രീല പ്രഭുപാദ് വേറൊരു കാര്യം ചെയ്യുന്നത്, എല്ലാ ശിഷ്യന്മാരോടും അച്ഛനമ്മമാർക്ക് ബാക്ക് ടു ഗോഡഡ് മാഗസിൻ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയാറുണ്ട്. ഇപ്പൊ അച്ഛനമ്മമാര് വീട്ടിലാണെങ്കിൽ മന്ത്ലി ബാക്ക് ടു ഗോഡഡ് മാഗസിൻ അവിടെ എത്തിക്കണം എന്നുള്ള രീതിയിൽ ശ്രീല പ്രഭുപാദ് പറയാറുണ്ട്. പിന്നെ മറ്റൊരു ഉദാഹരണം മധുദീസ മഹാരാജ് പറയുന്നത്, ശ്രീല പ്രഭുപാദ് ഒരു നിഷ്കർഷ വച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് ടെമ്പിളിൽ കയറുമ്പം ചെരുപ്പുകളൊക്കെ പുറത്തു വെക്കണം, പുസ്തകങ്ങൾ ഒരിക്കലും തറയിൽ വെക്കാൻ പാടില്ല, ഇങ്ങനെ നിഷ്കർഷ പറയാറുണ്ട്. പക്ഷെ പാരീസിൽ വെച്ച് ശ്രീല പ്രഭുപാദ് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല്, വളരെ പ്രായം ചെന്ന സ്ത്രീകള് വരാറുണ്ട്, ഇംഗ്ലീഷ് ആയിട്ടുള്ള പ്രായം ചെന്ന സ്ത്രീകൾ വരാറുണ്ട്, വളരെ പ്രായമുള്ളവരാണ് വരുന്നത്. അപ്പം അവര് മുതിർന്നവരായതുകൊണ്ട് അവര് ഷൂസ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്, ലേസ് ഉള്ള ഷൂസ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അപ്പൊ അതൊക്കെ അടിച്ച് പിന്നെ അത് വെച്ച് കയറാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ശ്രീല പ്രഭുപാദ് കാണുമ്പം ശ്രീല പ്രഭുപാദ് പറഞ്ഞു, സാരമില്ല, അവർക്ക് ഷൂസ് ഇട്ട് അകത്ത് വരാം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ബാക്കിലായിട്ട് കുറച്ച് ചെയർസ് ഇട്ടാൽ മതി എന്ന് ഇങ്ങനെ ശ്രീല പ്രഭുപാദ് പറയും. അപ്പം അവർക്ക് വന്നിട്ട് അകത്ത് ആ ചെയർസിൽ ഷൂസ് ഇട്ടുകൊണ്ട് തന്നെ ടെമ്പിളിൽ വന്ന് അകത്ത് ചെയർസിൽ ഇരിക്കാനായിട്ട് പറ്റും. അപ്പം പ്രഭുപാദ് എന്നിട്ട് ഈ കീർത്തനമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രഭുപാദ് ടെമ്പിൾ ഹാളിലോട്ട് ഇറങ്ങും. എന്നിട്ട് ഡിവോട്ടീസ് ഡാൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രഭുപാദും ഡാൻസ് ചെയ്യും. ഡാൻസ് ചെയ്തിട്ട് പ്രഭുപാദ് ഇങ്ങനെ ഇവര് ഈ വളരെ പ്രായമുള്ള അമ്മമാര് അവര് ഷൂസ് ഇട്ട് അവിടെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പം പ്രഭുപാദ് അവരെ ഉത്സാഹഭരിതനാക്കാൻ വേണ്ടി പ്രഭുപാദ് അവരുടെ അടുത്തേക്ക് വരികയും ഹരേ കൃഷ്ണ എന്നിങ്ങനെ ഉറച്ചു പറയുകയും ചെയ്യും. അപ്പം അവരും അത് കേട്ട് സന്തോഷത്തോടുകൂടി മൊമെന്ററിലി കുറച്ചു നേരം ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവര് അവിടെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ മധുദീസ മഹാരാജ് പറയുന്നത്, പ്രഭുപാദ് എല്ലാവരിലും ദൈവത്തിന്റെ കുട്ടികളായിട്ടാണ് ശ്രീല പ്രഭുപാദ് കാണുന്നതെന്ന് മധുദീസ മഹാരാജ് പറയുന്നു. അതില് ചിലര് ആ ദൈവത്തിന്റെ പാതയിലേക്ക് കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്, ചിലര് അത്രയും വന്നിട്ടില്ല. അങ്ങനെ മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ എല്ലാവർക്കും തിരിച്ച് ദൈവത്തിന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ അവസരവും എല്ലാ റൈറ്റും ഉണ്ട് എന്ന് ശ്രീല പ്രഭുപാദ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എല്ലാവരിലും അതുകൊണ്ട് സമഭാവനയോടുകൂടി എല്ലാവരെയും ഈശ്വരന്റെ പുത്രന്മാരും പുത്രിമാരുമായിട്ടാണ് അദ്ദേഹം കാണുന്നതെന്നും അവരെല്ലാം തിരിച്ച് ആധ്യാത്മിക ലോകത്തിൽ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം ശ്രീല പ്രഭുപാദ് സൂക്ഷിച്ചിരുന്നുവെന്നും അതിൽ നിന്ന് മനസ്സിലാക്കാമെന്നും മധുദീസ മഹാരാജ് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ.